ബസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 9 വയസ്സുകാരന് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നടക്കാൻ സുമനസ്സുകളുടെ സഹായം വേണം. ചൂലാമ്പായൽ ബസ് സ്റ്റോപ്പിൽ വണ്ടി കാത്തിരിക്കുമ്പോഴാണ് വാഹനമിടിച്ച് കയറുന്നതും വലതുകാൽ ചതഞ്ഞരയുന്നതും. ഫ്രീ ഫ്ലാഷ് റീകൺസ്ട്രക്ഷൻ എന്ന ചെലവേറിയ ഓപ്പറേഷൻ നടത്തിയാലേ ഗൌതമിനി നടക്കാൻ സാധിക്കുകയുള്ളൂ. കോഴിക്കോട് കുന്നമംഗലം സ്വദേശികളായ ബിന്നി സബീന ദമ്പതികളുടെ മകനാണ് 4ാം ക്ലാസ്സുകാരനായ ഗൌതം. ഗൌതവും അമ്മ സബീനയും വണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ബസ് ഇടിച്ചു കയറുന്നത്. അപകടത്തിൽ ഗൌതമിന്റെ വലതുകാൽ ചതഞ്ഞരഞ്ഞു, എല്ലുകൾ നുറുങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഗൌതമിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ കുട്ടി ICUവിലാണ്. സങ്കീർണമായ ഫ്രീ ഫ്ലാപ്പ് സർജറിയിലൂടെ മാത്രമേ ഇനി ഗൌതമിന് നടക്കാൻ സാധിക്കൂ. ഈ സർജറിക്കായി 20 ലക്ഷം രൂപ ആവശ്യമാണ്. കൂലിപ്പണിക്കാരനായ ബിന്നിക്ക് ഈ തുക സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ്. നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് ഗൌതം ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. ഗൌതമിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു നാടൊന്നിച്ച് സുമനസ്സുകളെ തേടുകയാണ്. ന്യൂസ് ഡെസ്ക്, News 18.